അറബ് മണലാരണ്യങ്ങളുണ്ടായ ഒരു സംഭവമാണ് ഇത്. ഈ സംഭവത്തിലെ നായകന്റെ പേര് ഖൈസ് എന്നാണ്. മുലവ്വയുടെ മകൻ ഖൈസ് ഇബ്നു മുലവ്വ ചെറിയ കുഞ്ഞു പ്രായത്തിൽ തൻ്റെ കൂടെയുള്ള ഒരു പെൺകുട്ടിയുമായി ഖൈസ് പ്രണയത്തിലാണ്. ഈ പ്രേമം നാട്ടിലൊക്കെ പാട്ടായി, വല്ലാത്തൊരു പ്രണയം. ഇതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായി നാട്ടിലൊക്കെ അവനവളെ മതി, അവൾക്ക് അവനെ മതി, ഇത് വല്ലാത്തൊരു സംഭവം. പക്ഷേ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞു. ഈ പെണ്ണിനെ ദൂരെ ഒരു ഗോത്രത്തേക്ക്, ഒരു വിദൂര ദേശത്തേക്ക് വിവാഹം കഴിച്ചയക്കപ്പെട്ടു. ഇതോടുകൂടി പിന്നെ ഖൈസിന്റെ കാര്യം പറയും. ഖൈസിന് ഭ്രാന്തായി. ഏതു നേരവും ഈ പെണ്ണിന്റെ വിചാരം മാത്രം. ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ സ്ഥലകാല ബോധത്തെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയുമില്ല. ആളുകൾ ഖൈസിനെ ഭ്രാന്തൻ ഖൈസ് എന്ന് വിളിച്ചു. മൃഗങ്ങൾക്കിടയിൽ നിന്ന് പോലും ഈ ഖൈസിനെ പൊടിപുരണ്ട ഖൈസിനെ തിരിച്ചറിയാൻ പണിയായിരുന്നു. പിന്നീട് ഈ കഥ ഖൈസ് പിന്നെ ഒരുപാട് കവിതകളൊക്കെ ചൊല്ലുന്നുണ്ട്. പിന്നീട് പേർഷ്യയിലുള്ള നിസാമുദ്ദീൻ ഗഞ്ചവി എന്ന് പറയുന്ന ഒരു കവി ഈ പ്രണയത്തെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ പ്രണയത്തിന്റെ ഒരു ഉദാഹരണമാക്കി എടുത്തു. അവിടുന്ന് അങ്ങോട്ട് സൂഫി കവികൾക്കൊക്കെ ഇതൊരു ഉദാഹരണമായി. നമ്മൾ ഭ്രാന്താകേണ്ടത് ആരെയാണോ പ്രണയിക്കുന്നത് അതിൽ ഭ്രാന്താകുക. ആ ഭ്രാന്തിന്റെ രസം വേറെ ആർക്കും മനസ്സിലാവുകയില്ല. രണ്ടാൾക്കാർ പ്രേമത്തിലായ പുറത്തുള്ള ആളുകൾക്കൊക്കെ അത് ശല്യവും ഭ്രാന്തുമാണ്. അവർക്കാണത് വലിയ രസം, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ പ്രണയിക്കുന്ന ആൾക്കാരോട് പറയും, ഞാൻ എന്നെ തന്നെ എനിക്ക് തരാം, എനിക്ക് വേണ്ടി എന്താ ചെയ്യാന്ന് ചോദിക്കാൻ പറയും. എൻ്റെ ജീവിതവും മരണമൊക്കെ നിനക്കുള്ളത് തന്നെയാണ്. ഇപ്പോൾ മഹിയായവും മമാത്തി എന്ന് പറഞ്ഞു. ആ പ്രണയത്തിൻ്റെ ആ ഉത്തുംഗതയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, എനിക്ക് വേദനയെ ഉണ്ടാവുകയില്ല, അല്ലേ? പ്രണയപ്പൊരുളായ റബ്ബിൻ്റെ മടിത്തട്ടിലേക്കാണ് പോകുന്നതെന്ന് ഒരാൾക്ക് ആ ബോധത്തിലാണെങ്കിൽ മരണമൊരു ലഹരിയായിരിക്കും. സക്കർ, ശർക്കര, ഷുഗർ എന്നൊക്കെ ഈ വാക്ക് തന്നെ ഉണ്ടായത്. സക്കറാൻ, ആ ലഹരിയുടെ പേരുകൂടിയാകുന്നു സക്കറാത്ത് എന്ന് പറയുന്നത്. ഈ ആളെ പേര് പിന്നീട് മജ്നു എന്നായിരുന്നു. ഈ പെണ്ണിന്റെ പേര് ലൈല എന്നായിരുന്നു. സക്കറാത്തുൽ മൗത്ത് വിക്കിരണ്ടിടമില്ല, മധുകൂറും നൊടിയില്ല, വിക്കിരണ്ടിടമില്ല, മധുകൂറും നൊടിയില്ല, വെക്കാരം നോമ്പച്ച് സകാത്തും കടവില്ല. ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം, സകരാത്തുൽ മൗത്ത് എന്ത് രസം. ഭ്രാന്തായ എന്ത് സുഖം, സകരാത്തുൽ മൗത്ത് എന്ത് രസം. വിക്കിരണ്ടിടമില്ല, മധുകൂറും നൊടിയില്ല, വിക്കിരണ്ടിടമില്ല,
വരിയാണല്ലോ ഇതൊക്കെ അല്ലേ. നിക്കാരം നോമ്പജ്ജ് സക്കാത്തും അടവില്ല. ആളുകൾ ഇതെല്ലാവരും പിന്നെ നിസ്കരിക്കണ്ടേ, പിന്നെ നോമ്പ് വെക്കണ്ടേ. ഭ്രാന്തായാൽ എന്ത് സുഖമാണ്, അത് ഉണ്ടായി നോക്കണം. അതിന് ആശുപത്രി കാണിക്കുകയാണ് വേണ്ടത്. പ്രസംഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഈ പാട്ടിൽ. മനുഷ്യർക്ക് ഇന്ന് ആരാധന, ഇബാദത്ത് ഒരു പ്രണയത്തിൻ്റെ രൂപത്തിലല്ല, ഒരടവ് മാതിരി. അടവ് എന്നുള്ളതിന് രണ്ടർത്ഥം. ഒന്ന് ഇൻസ്റ്റാൾമെന്റ് എന്നാണ് അർത്ഥം, മറ്റൊന്ന് ഐഡിയ, വിളവ് എന്നുള്ള അർത്ഥം. എങ്ങനെയാണ് മനുഷ്യൻ ആരാധന കണ്ടിട്ടുള്ളത്? അള്ളാഹുവിനെ കുപ്പിയിലാക്കാനുള്ളൊരു വിളവായിട്ട്. രണ്ട്, ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുന്ന ഒരു സാധനമായിട്ട്. പ്രണയത്തിന്റെ സംസാരങ്ങളെ, പ്രണയ ചേഷ്ടകളെ ഒരടവായി കണ്ടാൽ എന്തിനു കൊള്ളാം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരിക്കൽ എഴുതിയ ഉസ്താദ് പറയുന്നത്, ദിക്റിന് ഇടമില്ല, മദ്കൂറെന്നൊഴിയില്ല. ദിക്ർ എന്നാൽ ഒരു സ്മരണ എന്നാണ് അർത്ഥം. ഇപ്പൊ കാമുകനോട് പറയാണ്, ഈ ഇടക്കോളം ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിന് ഞാൻ ഓളെ മറന്നിട്ട് വേണ്ടേ? അവൻ തന്നെ അവളായി മാറിയിരിക്കുകയാണ്. അപ്പൊ അവളോട് ചെന്നിട്ട് ഇടക്ക് ഓർക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ല, ഏത് സമയവും ദിക്ർ എന്ന് തന്നെ പേരായി മാറിയ, സ്വയം ധ്യാനമായി ദിക്റായി മാറിയ ഒരാളിൽ പിന്നെ അവിടെ വേറൊരു ദിക്റിന് ഇടമെവിടെ? അവൻ തന്നെയും സ്വയം ദിക്റാകുന്നു, അവൾ തന്നെയും സ്വയം ദിക്റാകുന്നു എന്നർത്ഥം. നോക്കൂ, ഒരു കാട്ടിലൊരു കൊള്ളി, ഒരു വിറക് കൊള്ളി. വിറക് കൊള്ളിൻ്റെ ആഗ്രഹം കൊട്ടാരത്തിൽ പോയി ലൈലയുടെ അടുത്ത് പോയി ലൈലയുടെ കവിളത്ത് ചുംബിക്കണം. വിറക് കൊള്ളിയാണ്, എങ്ങനെ സാധിക്കാനാ? കാട്ടിലല്ലേ, ലൈലയാണെങ്കിൽ കൊട്ടാരത്തിൽ.
എന്നാൽ ഈ വിറക് കൊള്ളിയിൽ നിന്ന് തള്ളേണ്ടതിനെയൊക്കെ തള്ളി അതൊരു അറാക്കായി മാറിയപ്പോൾ, അറാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, പല്ല് തേക്കുന്ന അല്ലേ. പിന്നെ ആ അറാക്കിന് എവിടെ പോയിരിക്കാനായി? കവിളും വിട്ട് ലൈലയുടെ വായ്ക്കകത്തേക്ക്, ചുണ്ടിനകത്തേക്ക് കയറിയിരിക്കാനായി. നീ നിന്നിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി നീ ഒന്നായി നോക്ക്, നിന്റെ സ്ഥലം ആ പ്രണയം അടിത്തട്ടിലായിരിക്കും എന്ന്. അറാക്ക് എന്ന് പറയുമ്പോൾ ഈ കൊള്ളി എന്നും അർത്ഥമുണ്ട് ഭാഷയിൽ, ഞാൻ നിന്നെ കാണുന്നു എന്നും അർത്ഥമുണ്ട്. നീ അവനെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഖുദ്സിയായ ഒരു ഹദീസ്. കൊടുങ്കാട്ടിനുള്ളിലെ ആ